ലാഹോറിൽ പാകിസ്ഥാന്റെ പടയൊരുക്കം ലക്ഷ്യം അതിർത്തി ഗ്രാമങ്ങൾ. ഉറിയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നു. ജമ്മുകാശ്മീർ നിയന്ത്രണ രേഖയ്ക്കരികിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കേണൽ മനോജ് സിൻഹ. നിയന്ത്രണ രേഖയ്ക്കരികിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അതിർത്തിയിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പാക് സൈന്യത്തിൻ്റെ നീക്കം. അതുകൊണ്ട് തന്നെ സൈന്യം എത്രത്തോളം ജാഗ്രതയിലാണ്? ഗ്രാമവാസികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ തന്നെയാണോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഗ്രാമത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റുക, അവരെ സുരക്ഷിതരാക്കുക എന്ന കൃത്യമായൊരു നീക്കമാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി അവിടെ ഉണ്ടാകുന്ന ഈ ആക്രമണത്തിന്, ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ അതിശക്തമായ സൈനിക നടപടിയെ സൈനിക നടപടിയോട് പ്രതികരിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായി തീർച്ചയായും ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണ് പുറത്തു വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ഇന്റലിജൻസ് നിരീക്ഷണങ്ങളും വ്യക്തമാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആളുകളെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോൾ ആളുകൾ ഒഴിപ്പിക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായും മുറിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും മുറിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും അവരെ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ഒരു ശക്തമായ സൈനിക നീക്കമായിരിക്കുമോ, അതോ സമാനമായ പഹൽഗാം രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കുമോ, അല്ലെങ്കിൽ കരസേനയുടെ ഏതെങ്കിലും രീതിയിലുള്ള നീക്കമായിരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും മന്ത്രാലയങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ട് എന്ന് കരുതുക വയ്യ എങ്കിൽ കൂടി ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാലാണ് ആളുകളെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് നടക്കുന്നത്, കാര്യങ്ങൾ കടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു ഭീകര സ്വഭാവം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെയും കനത്ത ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സുരേഷ്, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.